തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സുഹൃത്തുക്കളാണ് ലാസറും സഹോദരിമാരായ മർത്തായും മറിയവും. ഒരു ദിവസം ഈശോ ഇവരുടെ വീട്ടിലേക്ക് ചിലപ്പോൾ പറയാതെ കയറി ചെന്നതായിരിക്കാം. മർത്ത ആകപ്പാടെ പരിഭ്രാന്തയായിട്ട് ഓടി നടക്കുകയാണ് ഈശോയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കാൻ. നമ്മുടെ ചേടുത്തിമാരൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം ഒരു നാരങ്ങാ വെള്ളമൊക്കെ ഇട്ട് കൊടുത്തു കാണും ഈശോയ്ക്ക്. അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയൂണിന് വേണ്ട ഒരുക്കങ്ങൾ, വീട്ടിൽ ഒന്നോ രണ്ടോ കറിയേ കാണത്തുള്ളൂ, ഈശോയ്ക്ക് അത് കൊടുത്താൽ പോരാ. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. ഇനി ഊണ് കഴിഞ്ഞിട്ട് അല്പം നേരം കിടക്കണമെന്ന് വല്ലതും തോന്നിയാൽ അതിനുവേണ്ടി കിടക്ക വിരിച്ച് ബെഡൊരുക്കി അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന തിരക്കിലാണ് ആര്? മർത്ത. ആ നേരത്ത് മറിയം എന്താ ചെയ്യുന്നത്? മറിയം ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഈശോയുടെ കാൽ ചുവട്ടിൽ പോയി ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്, ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന വചനത്തിൻ്റെ രുചി അറിഞ്ഞുകൊണ്ട്. മർത്തായുടെ ഈ ഓട്ടം കണ്ട് ഈശോ പറയുകയാണ്, മർത്ത 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 2 വട്ടം. ബൈബിളിൽ എവിടെങ്കിലും ദൈവം ആരെയെങ്കിലും 2 വട്ടം വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ആരെയൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ? നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞു നോക്കാമോ? അബ്രാഹത്തെ വിളിക്കുന്നുണ്ട്. അബ്രാഹം ഇസഹാക്കിനെ കൊല്ലാനായി കത്തിയായുന്ന നേരത്ത്. യാക്കോബ്, മോശെ, സാമുവൽ, പുതിയ നിയമത്തിൽ ശിമയോൻ, സാത്താൻ നിങ്ങളെ പതിര് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു. ഒടുവിൽ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? 2 പ്രാവശ്യം വിളിച്ചിട്ട് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇപ്പോൾ ദേ പറയുകയാണ്, മർത്ത നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്നു കുഞ്ഞെ, സ്വസ്ഥമായിട്ടിരിക്കുന്നു, ഒരല്പം നേരം ഒന്ന് അടങ്ങിയിരിക്കുക. അതാണ് നല്ല ഭാഗം. ഇടയ്ക്ക് വിശ്രമം വേണം, റെസ്റ്റ് വേണം. പ്രിയമുള്ളവരെ, ഇന്ന് പഠിക്കുന്ന പാഠം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പേര് വിളിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പേര് എന്തുമാകട്ടെ, നിങ്ങൾ തന്നെ ഭാവനയിൽ കാണുക. നിങ്ങളുടെ പേര് വിളിച്ച് ഈശോ പറയുന്നു, നീ എന്തിനെങ്ങനെ കിടന്ന് ഓടുന്നത്? എന്തൊരു അലച്ചിലാണിത്? ഒന്ന് റെസ്റ്റ് എടുക്കുക. നീ പലവിധ കാര്യങ്ങളിൽ ആകുലചിത്തനാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ എൻ്റെ റോൾ എന്താണ്? നിന്നെക്കുറിച്ച് നീ ഇത്ര കടന്ന് ആകുലപ്പെട്ടാൽ പിന്നെ ഞാൻ എന്തിനാണ്? ഞാനില്ലേ? റെസ്റ്റ് എടുക്കുന്നു. ഇടയ്ക്കൊന്ന് ശാന്തമായിട്ടിരിക്കുക, വചനം കേൾക്ക്, പ്രാർത്ഥിക്ക്, സ്വസ്ഥതയിൽ ദൈവത്തെ കണ്ടെത്ത്. ആമീൻ.